ഹായ് ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്ത തരം ഫുഡാണ്, അതായത് മന്തി. ഒരു സ്പെഷ്യൽ മന്തിയാണ്. അത് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ നോർമൽ ഒരു കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കണേ എനിക്ക് ഏറ്റവും എളുപ്പം. ഞാൻ ഒറ്റയ്ക്ക് ഒരാളുള്ളൂ, അപ്പൊ എനിക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കറക്റ്റ് ആ കുക്കറിന് സൂട്ടാണ്. അത് മാത്രമല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കിടക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ശരിക്കും പറഞ്ഞ നെയ്യല്ല ഒഴിക്കേണ്ടത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. പക്ഷേ സൺഫ്ലവർ ഓയിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ നെയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു സവാള, പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേ നമ്മുടെ ക്ലീൻ ആക്കി വെച്ച് ഈ ചിക്കനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതായത് ഇപ്പോ ചെറിയൊരു വൈറ്റ് കളർ പോലെ അല്ലേ, നമുക്ക് തോന്നുന്നൊരു ചെറിയൊരു ഡ്രൈ പോലെ. അതായത് ഹാർഡായിട്ട് ഫ്രൈ ആവാനും പാടില്ല, ചെറിയ രീതിയിൽ. ഇതിലേക്ക് ചെറിയൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. നമ്മൾ മാഗി ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ. അപ്പൊ നമുക്ക് അതിലേക്ക് എന്നത്തെ പോലെ ചിക്കൻ മുങ്ങണ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ക്ലീനാക്കി വെച്ച ജീരകശാല അരി ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അതിലേക്ക് തട്ടാം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണുണ്ടോ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഗി ക്യൂബിൽ ഇട്ട സോൾട്ട് പോരണ്ടോ, അതൊരു ചെറിയൊരു പീസിലിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് സ്പൂണ് മന്തി മസാല നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അതൊരു അര സ്പൂൺ ഇട്ടാൽ മതിട്ടോ. ഓക്കെ, ഉണക്ക നാരങ്ങില്ലേ, ഇനെന്താ പറയാ, ഡ്രൈ ലെമൺ. ആ സാധനം ഒരെണ്ണം രണ്ട് സൈഡിൽ ഹോൾ ഉണ്ടാക്കിയിട്ട്, ഏതെങ്കിലും ഒരു സൈഡിൽ ഹോൾ ഉണ്ടാക്കിയാൽ മതി. സാധനം ഇടാം. എന്നിട്ട് ഇപ്പൊ വെള്ളം നമ്മൾ ബോക്കാണ്, ചിക്കനേക്കാട് കുറച്ച് മുകളിലാണ് വെള്ളം നിൽക്കുന്നത്, കൈയിട്ട് നോക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും തോന്നുന്നുണ്ട്. വെള്ളം ചെക്ക് ചെയ്ത് നോക്കാനേ നമുക്ക് നമ്മുടെ ടെക്നിക്ക് ഉണ്ട്. അതായത് വിരലിന്റെ ഇവിടം വരെ വെള്ളം വേണം, അതായത് അരി മുതൽ. ഇപ്പൊ ഇതിന് പകുതി വരുള്ളൂ, നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം, എന്നാല് കറക്റ്റ് വെള്ളമാവുള്ളൂ. ഒരു ഏകദേശം ഒഴിച്ചു അരിന്ന് ഇപ്പൊ ഇങ്ങനെ മുട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം പൊന്തിണ്ട്, ഇപ്പൊ കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി മൂടി വെച്ചിട്ട് ഒറ്റ വിസിലിട്ടാ റെഡി. ഗൈസ്, അതിന്റെ ഇടയിൽ ഞാൻ എനിക്കൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇത് കുറെ പേർക്ക് അറിയാത്തത് നമ്മൾ പുച്ഛിക്കരുത്. സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് കഴുകാൻ പറ്റും. നമ്മൾ മറ്റേ സ്ക്രബ്ബറോ സാധനങ്ങളൊന്നും ഉള്ളിൽ ഇടാണ്ട് വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കുറച്ച് നമ്മളെ ഡിഷ് വാഷ് ഒഴിക്കുക. കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് നമ്മള് ഇതൊക്കെ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ ഇതിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നിറയ്ക്കാം. ഓക്കെ, കുറച്ച് വെള്ളം നിറച്ചിട്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മൂടിയതിന് ശേഷം നോക്കിയേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക കുറെ നേരം. ഇത് കുറെ പേർക്ക് അറിയാവുന്ന കേസാണ് കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒരു ടിപ്പ് പോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിങ്ങനെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഫ്രോത്ത് വരുത്തുക, നന്നായിട്ട് പത വരുത്തുക. അതിൻ്റെ ഉള്ളിൽ 2 മിനിറ്റ് വരുള്ളൂ കേട്ടോ, 2 മിനിറ്റ് വേണ്ട. കഴിക്കും. ഇത് തുറക്കുക, ഇതിങ്ങനെ ഒഴിക്കുക. ഓക്കെ, ഇതിനുള്ളിൽ നിങ്ങൾ വിചാരിച്ചേക്കാട്ടും ഇഡ്ഡലിനായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മൾ കുക്കർ തുറന്ന് നോക്കട്ടോ എന്തായെന്നുള്ളത്. ഒരു വിസിലടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണതാണ്. സംഭവം സക്സസ് ആയിട്ടുണ്ട്. അടി പിടിച്ചിട്ടോ നോക്കാം, നമുക്കൊന്ന് കുറച്ച് ജസ്റ്റ് ഇളക്കി നോക്കാം. ഗൈസ്, മന്തി അടി പിടിച്ചിട്ടില്ല കേട്ടോ, സാധനം സെറ്റാ. കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. കഴിച്ചു നോക്കത്. ടേബിൾ മുമ്പ് ഇരുന്ന് കഴിക്കാനുള്ള ടൈം ഒന്നുമില്ല, ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കഴിച്ചു നോക്കിയ സാധനം നോക്കിയേ. വാവ്, ഇത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയതാട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴേ ഈ സാധനം ഞാൻ കഴിച്ചു. ഇതൊന്നുമില്ല, കുറച്ച് ഉപ്പും കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് സൊർക്കാന്ന് പറയില്ല, വിനാഗിരി സാധനം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനം. ഇതിന് പേര് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഹോട്ടലിലത്തെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആള് റെസിപ്പി പറഞ്ഞു തന്നെ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതും കുട്ടി കുറച്ച് കഴിച്ചു നോക്കാം നമുക്ക് കേട്ടോ, മന്തി എങ്ങനെ ഉണ്ടെന്ന്. നമുക്കേ കുറച്ച് ചോറും പിന്നെ റൈത്താന്ന് പറയുന്നത്, നല്ല റൈത്ത എന്തിനാ പറയാ, കച്ചമ്പറില്ലേ ഞാൻ ഉണ്ടാക്കിയത്, അത് കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടില്ലതാണ് ചിക്കൻ നോക്കിയ ഇന്നും പാളിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചു പാളി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ടെൻഷനായിരുന്നു. അപ്പൊ ഗൈസ്, നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. കഴിക്കണടാ, ഗുഡ് നൈറ്റ്.
ഒരു രക്ഷ കേട്ടോ, കിട്ടുന്ന സാധനം.